ഈ ജൂലൈ മാസം 26-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 16-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം ഒരളവിൽ പറഞ്ഞാൽ സങ്കടകരമായിരിക്കുന്ന ഒരു അധ്യായമാണ്. ദൈവം ഇസ്രായേലിനെ പാലസ്തീൻ വാഗ്ദത്തം ചെയ്തു. അതിശയകരമായി ദൈവം അവരെ പാലസ്തീനിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് കടക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന യോർദാൻ നദി അതെ കടക്കുവാൻ അവർക്ക് കൃപ തന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ളതായിരിക്കുന്ന അനേക രാജാക്കന്മാരെ 31 രാജാക്കന്മാരെയാണ് യോശുവ തോൽപ്പിച്ചത്. അവരുടെ പേരുകളെല്ലാം നൽകിയിട്ടുണ്ട്. 31 രാജാക്കന്മാരെ തോൽപ്പിച്ചു. ഒരേ ഒരു യുദ്ധത്തിൽ മാത്രമേ അവർ പരാജയപ്പെട്ടുള്ളൂ. ചെറിയൊരു പട്ടണമായിരിക്കുന്ന ഹായിയോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു. അതിന് കാരണമായി തീർന്നത് ആഖാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാൾ വിലക്കപ്പെട്ടതായിരിക്കുന്ന വസ്തുക്കൾ അത് എരിഹോ പട്ടണത്തിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ്. ശപിക്കപ്പെട്ട എരിഹോവിൽ നിന്ന് ഒന്നും എടുക്കരുത്, അത് ശപഥാർപ്പിതമായി എല്ലാം കത്തിച്ച് കളയേണ്ടതാണ്, അല്ലെങ്കിൽ വിലയേറിയ വസ്തുക്കൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് മാറ്റിവെക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടും അവനത് മോഷ്ടിച്ചെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ദൈവജനത്തിന് അതെ ചെറിയൊരു ഹായ് പട്ടണത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ പ്രയാസമാണ്. എന്നാൽ അങ്ങനെ യുദ്ധമെല്ലാം തീർന്നു. പക്ഷേ ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുവാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ കനാന്യരെ നിങ്ങൾ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ കനാന്യരെ ഉന്മൂലനം ചെയ്യും. കനാന്യരെ ദേശത്ത് നിന്ന് നിങ്ങൾ ഉന്മൂലനം ചെയ്യാതെ ഇരുന്നാൽ അവർ നിങ്ങളുടെ ഇടയിൽ പാർക്കും. അവർ നിങ്ങളുടെ ഇടയിൽ പാർത്താൽ എന്ത് സംഭവിക്കും? നാളെ അവർ നിങ്ങളുടെ മുതുകിനും മുള്ളായിരിക്കും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. അവരുമായിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്, അവരുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് അവരെ അങ്ങനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. കഴിയാഞ്ഞതാണോ അവർ ചെയ്യാഞ്ഞതാണോ അതറിയില്ല. ഒരുപക്ഷെ കഴിയാഞ്ഞതാകാം എന്ന് പറയാം. എന്നാൽ ഇസ്രായേൽ മക്കൾ ശക്തരായിരുന്ന കാലത്ത് ഈ കനാന്യരെ അവരെന്ത് ചെയ്തു? ഊഴിയവേലക്കാരാക്കി തീർത്തു. അവർക്ക് ഊഴിയവേലക്കാരായി. നമ്മുടെ ദേശം ഇപ്പം മുഴുവൻ മുന്നേ കിടക്കുകയല്ല, ജോലി ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഒരു ബുദ്ധിമാന്മാരെ ആളുകൾ പറഞ്ഞു, നമുക്ക് ഈ കനാന്യരെ എല്ലാം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മുടെ ജോലി ആരാ ചെയ്യുന്നത്? അതുകൊണ്ട് അവരെ അവരുടെ ഇടയിൽ ജീവിക്കാനായിട്ട് അനുവദിച്ചു. അവരവരുടെ സ്ഥലത്തൊക്കെ ജീവിച്ചു. എന്നിട്ട് ജോലിക്ക് ഇവരുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യും, ഇവരുടെ കൃഷികളൊക്കെ ചെയ്തു കൊടുക്കും. യഹൂദന്മാർ പറഞ്ഞു കാണും, നമ്മളത്തെ മണ്ടന്മാരല്ല കേട്ടോ, ഇവരെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോൾ തന്നെ 10-25 പേര് വയലിൽ ജോലി ചെയ്യുന്നതൊക്കെ ഇവരല്ലേ എന്നൊക്കെ പറഞ്ഞു കാണും. വീട്ടുപണിയും അതുപോലെ അല്ലേ, കൃഷിപ്പണി മാത്രമല്ല വീട്ടുപണിയും, വീട് അടിച്ചു വാരാനും തുണി അലക്കാനും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇവരുണ്ട്. അപ്പോൾ ഒരു അനുഗ്രഹമായിട്ട് അവരത് കണ്ടു. അങ്ങനെയാണ് കണ്ടത്. പക്ഷേ അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു, കനാന്യരെ നിങ്ങളവിടെ വെച്ചിരുന്നാൽ നാളെ അവർ നിങ്ങളുടെയൊക്കെ കണ്ണിൽ മുള്ളായിട്ട് തീരുമെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ തീർന്നു. കൂനിന്മേലെ ഗുരു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കനാന്യരായിരിക്കുന്ന ആളുകൾ ഇസ്രായേൽ മക്കൾക്ക് തീർന്നത്. പിൽക്കാലത്ത് അവർ തീർച്ചയായിട്ടും തലവേദനയായി തീർന്നു. കാരണം യഹൂദന്മാർ എപ്പോൾ ബലഹീനരാകുമോ അപ്പോൾ കനാന്യർ ശക്തരാകും. അതാണ്, യഹൂദന്മാർ എപ്പോൾ ബലഹീനരാകുമോ അപ്പോൾ കനാന്യർ ശക്തരാകും. അവർ ശക്തരായി കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിന്മകളാണ് അവരൊന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനെ ദേശത്ത് പാർക്കുന്ന ശത്രു എത്ര ബലഹീനനായാലും ദൈവജനത്തിൻ്റെ ബലഹീനതയ്ക്ക് മാത്രമേ അത് ഉതകൂ, ദൈവജനത്തിൻ്റെ ശക്തിക്ക് ഉതകില്ല. നമ്മൾ ഓർക്കണം, എത്ര ചെറിയ കാര്യത്തിലായാലും നമ്മൾ അവിശ്വാസികളുമായി വിട്ടുവീഴ്ച ചെയ്താൽ ആ വിട്ടുവീഴ്ചകൾ കൊണ്ട് തൽക്കാലം നമുക്കൊരു ഗുണം വന്നാലും പിൽക്കാലത്ത് നമുക്ക് വളരെ ദോഷം വരുമെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. അവിശ്വാസികളുടെ ഇണയല്ലാപ്പിണ കൂടരുത് എന്ന് ദൈവം വചനം വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദുഷ്ടന്മാരുടെ വഴികളിൽ നിൽക്കുകയായിട്ട് പരിഹാസികൾ ഇരുപ്പെടുത്തിയിരിക്കുകയായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ദൈവം വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ബൈബിളിൻ്റെയും തീം തന്നെയാണ് വിശ്വാസികൾ അവിശ്വാസികൾ എന്നുള്ളതായിരിക്കുന്ന വേർപാട്. എന്നാൽ വിശ്വാസികൾ പലപ്പോഴും വേർപാട് പാലിക്കുന്നതിൽ പുറകോട്ട് പോകുന്ന ആളുകളാണ്. ഇന്നത്തെ കാലത്ത് അവിശ്വാസികളായ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ വിവാഹം ചെയ്യാൻ പോലും അത് വിശ്വാസികൾ ഒരുപ്പെടുന്നു. ഒരു വിട്ടുവീഴ്ച ഇതൊക്കെ നല്ലതാണ്. അവർ നല്ല ആളുകളാണ് കേട്ടോ, അവർ നല്ല ആളുകളാണ്, അവർ വളരെ സ്വാധീനമുള്ള ആളുകളാണ്. ആ പെണ്ണ് കെട്ടിയാൽ നമുക്കൊരു ദോഷം വരില്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, തലമുറകൾ മുഴുവനും ദൈവമില്ലാത്ത നിരീശ്വരന്മാരും ദൈവമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ ഭോഗവാദികളും ഭൗതികവാദികളും ഇങ്ങനെ ഓരോരോ ഇസങ്ങളിൽ ചെന്ന് ചാടുന്നവരും ഒക്കെ ആയിട്ട് കുടുംബങ്ങൾ തന്നെ നശിച്ചു പോയി എത്ര ചരിത്രങ്ങളുണ്ട്. ഇസ്രായേലിലെ ചരിത്രം അതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ പാപസ്വഭാവങ്ങളെ പൂർണ്ണമായി കീഴടക്കാതെ വെക്കുന്നത് ഭാവിയെ നശിപ്പിക്കാനിടയാകും. ചില ചെറിയ പാവങ്ങളെ താലോലിച്ച് വെക്കും. അത് സാരമുള്ളത് ഒരു വീട് വരികയായിരിക്കും, അതിനെന്താ സാരമില്ല. അല്ലെങ്കിൽ അല്പമദ്യപാനം വല്ലപ്പോഴും കിടക്കുമ്പോൾ ഒരു ശകലം ഒരു ഔൺസ് കുടിക്കുന്നത് അത് സാരമില്ല എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ഒരു പുകവലിയായിരിക്കും, ചിലപ്പോൾ
പുകയില ഉപയോഗിക്കുന്നതായിരിക്കും, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിരിക്കും, സാമ്പത്തിക ക്രമക്കേടുകളായിരിക്കും, അല്പം തട്ടിപ്പും വെട്ടിപ്പും. പണ്ടയാൾ അങ്ങനെ പറഞ്ഞു. അത് ചോദിച്ചു, ജീവിതത്തിൽ വിജയിക്കണം എന്ത് വേണമെന്ന് ചോദിച്ചു, പറഞ്ഞു അല്പഭക്തിയും അല്പ തട്ടിപ്പും വെട്ടിപ്പും, ഇതെല്ലാം കൂടെ ചേർന്നെങ്കിൽ വിജയിക്കുമെന്ന് പറയും. അങ്ങനെ ഇന്നും പോളിസിയുള്ള ആളുകളുണ്ട്. നേരെ ചൊവ്വയൊന്നും ജീവിച്ചാൽ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭക്തനായിട്ടൊന്നും ജീവിച്ചാൽ ഈ ലോകത്തിലൊന്നും ഉണ്ടാക്കാൻ ഒക്കെയില്ല, ഭക്തനായിട്ട് ജീവിച്ചാൽ. അപ്പോൾ അല്പഭക്തിയും വേണം. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കണമല്ലോ. മോഷ്ടിക്കാൻ പോകുന്നവനും എന്ത് ചെയ്യും? അവൻ്റെ ദേവനോടോ ദൈവത്തോടോ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഇവിടെ ആയിരിക്കാൻ സഹായിക്കണമെന്ന്. അങ്ങനെയുള്ള ഭക്തിയാണ് മനുഷ്യർക്കുള്ളത്. ഇസ്രായേൽ മക്കൾ ചെയ്തതായിരിക്കും തെറ്റാണ്. ദൈവം ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളെ ഉന്മൂലനം ചെയ്തില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് എന്ത് ചെയ്തു? അവർക്കത് മുള്ളായിട്ട് തീർന്നു. അതിൻ്റെ തിക്തപരമായി ഇന്ന് വരെ അനുഭവിക്കുന്നത് തന്നെയാണ്. അത് നമുക്കും അത് സംഭവിക്കും. അതുകൊണ്ട് വ്യക്തമായി ദൈവവചനം പറയുന്നുണ്ട്, പാപത്തിൻ്റെ വഴികളെ നാം പാടേ ഉപേക്ഷിക്കണം. പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നാം താലോലിക്കരുത്. നമ്മുടെ തലമുറകൾക്കത് ദോഷമായിട്ട് വരും. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങൾ ചെറുതെന്ന് കരുതുന്നതായിരിക്കും ഒരു പാപമായിരിക്കും താലോലിക്കുന്നത്. പക്ഷേ ആ പാപം നാളെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുവാനായിട്ട് ഇടയാകുന്ന വലിയ മാരകമായ പാപമായിരിക്കും. നമുക്കറിയാം, ഒരു പാമ്പിൻ്റെ കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. അതിനെ ഒതുക്കാനും നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷേ അത് വളർന്നു വന്നാലോ വിഷമുള്ള മൂർഖനായിട്ട് വരുമ്പോൾ പിന്നെ നാം അതിനെ കാണുമ്പം പേടിച്ചോടി പോകും. അത് നമുക്കെതിരെ പത്തി ഉണർത്തി നമ്മളെ കൊത്താനായിട്ട് വരും. അതുകൊണ്ട് പാപത്തെ നാം ഒരിക്കലും അരുത്. കനാന്യർ അന്ന് ബലഹീനരായിരുന്നു. അവരെ ഒതുക്കാനായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ മക്കൾക്ക്. പക്ഷേ അവരെ ഒതുക്കിയില്ല. കിടക്കട്ടെ, നമുക്ക് ജോലി ചെയ്യാൻ ആൾ വേണ്ടേ, നമ്മുടെ ആടിനെ തീരാൻ ആൾ വേണ്ടേ, നമ്മുടെ പശുക്കളെ കറക്കാൻ ആൾ വേണ്ടേ, നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ പന്തിലിടാൻ ആൾ വേണ്ടേ, മുന്തിരി കളയെടുക്കാൻ ആൾ വേണ്ടേ, നമ്മുടെ തുണിയലക്കാൻ ആൾ വേണ്ടേ, ആഹാരം ബാധിച്ചു തരാൻ ആൾ വേണ്ടേ. പല ന്യായങ്ങൾ പറഞ്ഞു. അന്ന് സഹായമായി തീർന്നു. ശരിയാണ്. ശത്രു ബലഹീനരായിരിക്കുമ്പോൾ അവൻ നമുക്ക് സഹായമാണ്. പക്ഷേ നാം ബലഹീനരാകുമ്പോൾ ശത്രു നമുക്ക് വളരെ ആപത്താണ്. അതുകൊണ്ട് പാപത്തുള്ളതായിരിക്കുന്ന നമ്മുടെ സമീപനത്തിൽ നാം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. ഇസ്രായേൽ മക്കൾ ചെയ്തു എന്നുള്ളതാണ് അവരുടെ നാശത്തിന് കാരണമായി തീർന്നത്. പിൽക്കാലത്ത് കനാനിൽ അവശേഷിച്ചതായിരിക്കുന്ന ജാതികൾ ഇസ്രായേൽ മക്കൾക്ക് വലിയ തലവേദനയായി തീർന്നു, വലിയ ഭാരമായി തീർന്നു. അത് നിമിത്തം ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരയുവാനായിട്ടിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, കനാന്യരെന്നും ശത്രുക്കളാണ്. അവരെ ഇസ്രായേൽ മക്കൾ കിടക്കേണ്ടതായിരുന്നു, കിടക്കിയില്ല. ഇന്നും അങ്ങനെയാണല്ലോ, കനാന്യരുമായിട്ടാണല്ലോ പ്രശ്നങ്ങളുള്ളത്. വിട്ടുവീഴ്ചകൾ എന്നും ആപത്താണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ദൈവജനത്തിലെ പ്രമാണങ്ങളനുസരിച്ച് അവിശ്വാസികളുമായി ഇണയല്ലാപ്പിട കൂടരുത്. അത് കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപികളുടെ വഴിയിൽ നമ്മൾ നിൽക്കരുത്, പരിഹാസികളെ ഇരിപ്പെടുത്തിയിരിക്കരുത്. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നാം അവരെ പോലെ ആയിത്തീരുമെന്നുള്ളതാണ്. അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് വേർപാടെന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രമാണം എൻ്റെ പൂർണ്ണതയിൽ പാലിക്കുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഭാവിക്ക് വേണ്ടിയും നമ്മുടെ ഭാവി തലമുറകൾക്ക് വേണ്ടിയും വേർപാടിൻ്റെ പൂർണ്ണത പാലിക്കുന്നത് നല്ലതാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് രാവിലെ വീണ്ടും ഞങ്ങൾക്ക് വചനം തന്നു. വേർപാടിൻ്റെ പ്രമാണത്തെക്കുറിച്ച് ഞങ്ങളോട് പഠിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ കനാന്യരെ ഒതുക്കിയില്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ബലഹീനത വരുന്ന സമയങ്ങളിലെല്ലാം കനാന്യർ ഇസ്രായേൽ മക്കളെ ഒതുക്കുവാനായിട്ട് തുടങ്ങി. കർത്താവെ, ഞങ്ങളെ ചില നന്മകൾ, താൽക്കാലിക നന്മകൾ കണ്ട് പാപത്തിൻ്റെ ചില വഴികളെയും തെറ്റായ വഴികളെയും ഞങ്ങൾ അനുവദിച്ചാൽ നാളെ ഇത് ഞങ്ങളെ നശിപ്പിക്കും, ഞങ്ങളുടെ തലമുറകളെ ഇത് നശിപ്പിക്കുമെന്ന് കാണുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പാപത്തോടും തെറ്റായ കാര്യങ്ങളോടും വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവം ഞങ്ങൾക്ക് തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തണലിൽ തന്നെ ഞങ്ങളെ ഇരുത്തണമേ. ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം നടത്തി തരണമേ. മഹത്വത്തോട് നിൽക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.